ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡില് വീട്ടിലേക്ക് തിരികെ പോകുമ്പോ രാധിക വല്ലാത്ത സങ്കടത്തിലങ്ങ് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണേ. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അച്ഛൻ രാധികയോട് വയ്ക്കും, എന്ത് പറ്റി മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? രാധികയ്ക്ക് ഒന്നും പറയാൻ വയ്യല്ലോ. അമ്മയെ ഇങ്ങനെ ദയനീയായിട്ട് നോക്കും. മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മുത്തശ്ശി പറയും, കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടെ ദേവ? ഇത്രയും കാലം അവളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ പ്രിയങ്ക. പെട്ടെന്ന് വേർപിരിയേണ്ടി വരുമ്പോ സഹിക്കാൻ പറ്റും അവൾക്ക്? അനിയത്തെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ആയിരിക്കും. ആണോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ രാധിക അമ്മേനെ ഇങ്ങനെ നോക്കും. മുത്തശ്ശിയുടെ നോട്ടം കാണുമ്പോ രാധിക പറയും, അതെ. അച്ഛൻ പറയും, പെൺകുട്ടികളുടെ കാര്യം അങ്ങനെയാ. നാളെ നിനക്കും അച്ഛനമ്മമാരെ വിട്ട് വേറൊരിടത്തേക്ക് പോകേണ്ടി വരില്ലേ? ആ സഹനത്തിനൊരു സുഖമുണ്ട്. അതൊക്കെയാണ് ജീവിതം. അപ്പോ രാധികയുടെ സങ്കടം ഇരട്ടിയാവാണ്. അമ്മേനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് സങ്കടത്തിൽ കരയും. അതിനുശേഷം അച്ഛൻ വണ്ടി എടുക്കാൻ പറയുമ്പോ കാറെടുത്ത് അവരവിടുന്ന് പോവാം. രാധിക വീണ്ടും ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോ യശോദമ്മ സ്വകാര്യമായിട്ട് പറയും, അച്ഛനെ അറിയിക്കല്ലേ, കരയല്ലേ മോളെ. അത് കേൾക്കുമ്പോ രാധിക അച്ഛന്റെ മുന്നിലിരിക്കാൻ സന്തോഷത്തിലിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുക. എങ്കിലും ഉള്ളിങ്ങനെ നേറിപ്പോകുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ വരുണും പ്രിയ എത്തിയിട്ടുണ്ട്. വരുണാണെങ്കിൽ ഇപ്പോഴും ഒന്നും തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രിയങ്ക കാറിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ വീട് കണ്ട് ഞെട്ടുക. എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും, ഇതിനേക്കാളും നല്ലൊരു ഇടമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രിയ നിൽക്കുന്നത്. വരുണും ചിരിച്ചുകൊണ്ട് പ്രിയയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. രാധികയല്ലത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും കൂടെ പൂജാ റൂമിൽ നിന്ന് പോയിട്ട് ആരതി ഒഴിയാനുള്ള സാധനങ്ങളും നിലവിളക്കും ഒക്കെ ആയിട്ട് വരിക. കൽപ്പനയും ടീംസും ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവിടെ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവര് വന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് നിലവിളക്കൊക്കെ കൊടുത്ത് പ്രിയോട് പറയും, വലതുകാലം വെച്ച് കയറിക്കോളും മോളെ. പ്രിയാണെങ്കിൽ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് വരുന്ന ആ ഒരു സന്തോഷത്തിലും ത്രില്ലിലുമാണ് നിലവിളക്കൊക്കെ വാങ്ങിച്ച് വലതുകാലം വെച്ച് നല്ല സന്തോഷത്തിൽ അങ്ങ് പടി ചവിട്ടാൻ തുടങ്ങുക. വരുണും കൂടെ കയറണല്ലോ. അങ്ങനെ വരുണാണെങ്കിലോ ശരിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. അങ്ങനെ സ്റ്റെപ്പ് ചവിട്ടുമ്പോ അറ്റത്ത് ചവിട്ടുക, അങ്ങ് സ്ലിപ്പായി വീഴാൻ പോകുമ്പോ പ്രിയനെ മേലെ കൈ തട്ടുകയാണ്. വരുൺ അങ്ങ് വീഴാൻ പോവും. പ്രിയയും വീഴാൻ പോവാണേ. ഈ സമയം നിലവിളക്കിലുണ്ടായിരുന്ന തിരിയെല്ലാം താഴെ വീഴാ ചെയ്യുന്ന കേട്ടോ. അമ്മയും മുത്തശ്ശിയും തിരിഞ്ഞു നോക്കുമ്പോ നിലവിളക്ക് മാത്രമേ പ്രിയയുടെ കയ്യിലുള്ളൂ. അയ്യോ എന്നിങ്ങനെ പറഞ്ഞ് അവര് ഞെട്ടിലോടെ നിൽക്കുക. ഇത് കാണുമ്പോ കൽപ്പനയ്ക്കും ടീംസിനും ഇഷ്ടം. വരുൺ പറയും, സോറി. വരുണിന്റെ അമ്മ പറയും, ഈശ്വര എന്താ ഇത് എന്ന് പറഞ്ഞ് നിലവിളക്കിലേക്ക് നോക്കുക. അപ്പോ ഉർവശി പറയും, തുടക്കം കൊള്ളാലോ. ഏട്ടത്തെയും വിളക്കണച്ചുകൊണ്ടാ കാലെടുത്ത് വെച്ചത്. വരുൺ ഇങ്ങനെ അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും വരുണിന്റെ അച്ഛൻ പറയും, വിളക്കണയാൻ കാരണം എന്താണെന്ന് എല്ലാവരും കണ്ടതല്ലേ. വരുൺ ദേഹത്ത് തട്ടിയത് കൊണ്ടാ വിളക്കണഞ്ഞത്. അതിനിപ്പോ ഇനി ശാസ്ത്രമൊന്നും നോക്കാൻ നിൽക്കണ്ട. പത്മിനി ആ വിളക്കൊന്നുകൂടി കത്തിക്കൂ. അങ്ങനെ വീണ്ടും വിളക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ വിളക്ക് കത്തിച്ച് കയറാൻ നേരത്തെ കൽപ്പന പറയും, കണിമംഗലത്തെ മരുമക്കൾക്ക് സൗഖ്യം എന്താണെന്ന് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് കേൾക്കുമ്പോ മുത്തശ്ശി പറയും, കൽപ്പനയെ വലുതാക്കാൻ തീരുമാനിച്ചാൽ ഈ പ്രശ്നം വലുതാക്കാൻ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ ഇതിപ്പോ നമ്മുടെ കുടുംബത്തിലെ കാര്യം. നമ്മൾ അതിന് പരിഹരിച്ച് തീരുമെന്ന് തീരുമാനിച്ചാ അതിന് കഴിയുകയും ചെയ്യും. ഇവിടെ ഇപ്പൊ അത് മതി എന്ന് പറഞ്ഞ മുത്തശ്ശി ആരതിയുടെ ബാക്കി അവിടെ പുറത്തേക്ക് തട്ടാണേ. വരുണിന്റെ അമ്മ പ്രിയനെ കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകും. വാ മോളേന്ന് വിളിച്ചോണ്ട്. വരുണാണെങ്കിൽ ഒന്നും കാണാത്തത് കാരണം തപ്പി പിടിച്ചാ നടക്കുന്നത്. മുത്തശ്ശേരിയും വാ മോനെ എന്ന് പറഞ്ഞ് വരുണിന്റെ കൈയും പിടിച്ചങ്ങ് നടന്നു കൊണ്ടുപോകും. അങ്ങനെ അവര് പോയി കഴിഞ്ഞാലേ ചന്ദ്രശേഖരൻ പറയും, നമ്മൾ ചെയ്തൊക്കെ പിഴച്ചെങ്കിലും ദൈവത്തിന് പിഴച്ചിട്ടില്ല, നോക്കാലോ എവിടം വരെ പോകുന്നു. അങ്ങനെ പ്രിയോട് പറയും, വിളക്ക് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചോളൂന്ന്. അങ്ങനെ പ്രിയ അത് ഭഗവാന്റെ മുന്നിൽ വെക്കും. ശേഷം മുത്തശ്ശേരി, മോളെ വിളക്ക് അണിഞ്ഞോന്ന് കരുതിയിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനോട് വിളിച്ചു പറഞ്ഞ് അത് പരിഹരിക്കും ല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ദൈവത്തെ തൊട്ടടുത്ത് നിന്ന് കാണുന്നവരെ ദൈവം പരീക്ഷിക്കുവോ? വാ മോളെ എന്ന് പറഞ്ഞ പൂജാ റൂമിന്ന് കൂട്ടിക്കൊണ്ടു പോവാണേ. ഇതേ സമയം രാധിക വീട്ടിലെത്തിയിട്ടുണ്ട്. പൂജാ റൂമിലിരുന്ന് പൊട്ടിക്കരയാ. ഭഗവാൻ, എന്റെ ഓർമ്മയിലെ ഞാൻ ഭഗവാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ. പൂജാ കാര്യങ്ങൾ ഒരുക്കുന്നതിലോ പടിക്കെട്ട് വൃത്തിയാക്കുന്നതിലോ ഒന്നിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. പ്രാർത്ഥനയല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. നന്മയല്ലാതെ മനസ്സിൽ മറ്റൊന്നും ചിന്തിച്ചിട്ടുമില്ല. എന്നിട്ടും എന്തിനാ ഈ പരീക്ഷണങ്ങള്? ചങ്കു പറിച്ചെടുക്കുന്ന വേദനയിലും എല്ലാം സഹിച്ചു നിൽക്കാന്ന് തീരുമാനിച്ചിട്ടും എന്തിനാ ആ മണ്ഡപത്തിൽ എന്നെ കൊണ്ടുചെന്ന് ഇരുത്തിയത്? ആ മനുഷ്യനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. എന്റെ ജീവിതത്തിന് ഇനി അർത്ഥമുണ്ടോ? എങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോ ഇത് കേട്ടുകൊണ്ട് യശോദാമ്മ അങ്ങോട്ട് വന്ന് സങ്കടത്തോട് തന്നെ, മോളെ എന്തിനാ എന്റെ കുട്ടി ഭഗവാനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇനി ജീവിക്കേണ്ട കാര്യമുണ്ടോന്ന്? ഇല്ലാണ്ട് പിന്നെ? അപ്പോഴും രാധിക ഇങ്ങനെ കരയാ. അമ്മ പറയും, ഒരിടത്തും നടക്കാത്ത കാര്യാ നമ്മുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത്. നിന്റെ കെട്ടുതാലി പറിച്ചെടുക്കുമ്പോ ഒരു കാഴ്ചക്കാരിയായി നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക്. മുത്തശ്ശിയുടെ വാശിക്ക് മുന്നിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നോട് പൊറുക്കു കുട്ടി എന്ന് പറഞ്ഞോണ്ട് രാധികയുടെ കാലിൽ വീഴാൻ പോവാ. അപ്പോഴേക്കും അയ്യോ അമ്മ
അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? അമ്മ അങ്ങനെ ചെയ്താ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുന്നതില് അർത്ഥമുണ്ടോ എന്നിങ്ങനെ സങ്കടത്തോടെ പറയുമ്പോഴും അമ്മ കരഞ്ഞിട്ട് പറയും, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കുട്ടി, എല്ലാം മനസ്സിലാക്കാൻ അമ്മ വൈകി പോയല്ലോ. ഇടയിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും നാവെന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഈ ചതിയുടെ കൂടെ അമ്മ നിൽക്കില്ലായിരുന്നു. രാധികയ്ക്കും പിന്നെ എന്ത് ചെയ്യണം? ഇവളതാ ഞങ്ങക്ക് വഴിയിൽ കിട്ടിയതാ. അച്ഛനാരാ അമ്മ ആരാണെന്നൊന്നും അറിയില്ല. ദാ നിങ്ങൾ ഇവളെ മരുമകളായിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയോ? എന്നെ സ്വീകരിക്കോ അവര്? കുലയത് ജാതി എന്നുള്ള ആക്ഷേപമൊക്കെ എത്രത്തോളം കേട്ടതാ. അതുകൊണ്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്നെ സ്വീകരിക്കോ? ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഭഗവാനോട് പറയണത് അതിന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരും അടുക്കളയിലേക്ക്. എനിക്ക് ചെയ്യാൻ അവിടെ ഒരുപാട് ജോലികളുണ്ടല്ലോ. അല്ലാതെ മനസ്സിൽ സ്വപ്നം കൊണ്ട് നടക്കാൻ എനിക്ക് അവിടെ അമ്മ നേരം. അമ്മയ്ക്കും സങ്കടാവും, സ്വയം കുത്തി വേദനിക്കാണല്ലേ. നിന്റെ ഭഗവാനല്ലേ, നിന്റെ ഭഗവാൻ നിനക്ക് തന്ന പരീക്ഷണങ്ങളായിരിക്കും. എല്ലാ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിന്റെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളെയും അനുഗ്രഹിക്കില്ല. അത് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എന്റെ മോളിനി കരയല്ലേ. അച്ഛനോടും അമ്മയോടും പുറത്തേക്കണേ മോളെ എന്ന് പറഞ്ഞതിന് ശേഷം രാധികയുടെ കണ്ണീര് തുടച്ച് മാറോട് ചേർത്ത് പിടിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ വരുൺ മണവാളന്റെ വേഷമൊക്കെ മാറി റൂമിൽ കിടക്കാണ്. ബൈജു മെഡിസിൻ കണ്ണിലിറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് പറയും, 1/2 മണിക്കൂർ ഇടവിട്ട് ഒഴിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാ കണ്ണ് തെളിയുന്ന ഡോക്ടർ പറഞ്ഞ്. വരുൺ ചോദിക്കും, എടാ ഇങ്ങോട്ട് ആരെങ്കിലും കയറി വരുമോ? ബൈജു പറയും, ഞാൻ കഥ കടച്ചതല്ലേ. വരുൺ പറയും, എന്തൊരു നീറ്റിലാന്നറിയോ, ഇതൊന്നും അവസാനിച്ചാ മതിയായിരുന്നു. ഒരാളെ കാണുമ്പോ 2, 3 ആയിട്ടാ തോന്നുന്നത് എനിക്ക്. അപ്പൊ ബൈജു പറയും, അതെ ഇപ്പോഴത്തെ ഈ മോഡൽ കല്യാണങ്ങളിലെ മണവാട്ടിയെയും മണവാളിനെയും ഒരുപാട് വേഷം കെട്ടിക്കുന്നുണ്ട്. ചിലതൊക്കെ ക്രൂരാവാറുണ്ട്. പക്ഷേ ഇന്ന് വരെ മണവാളന്റെ കണ്ണ് കളഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ടില്ല. വരുൺ പറയും, നീ ഒന്ന് ചുമ്മാതിരുന്നേ, കൊന്നു കളയുന്നിന്നെ ഞാൻ. ബൈജു പറയും, അതിന് കൊല്ലാൻ എന്നെ കാണണ്ടേ, അപ്പൊ എനിക്ക് രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും. വരുൺ പറയും, പ്രിയങ്കയ്ക്ക് മനസ്സിലാവരുത്, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ബൈജു പറയും, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഓഡിറ്റോറിയത്തിലെ ആളുകളുടെ മുന്നില് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നതൊക്കെ. ഇതിപ്പോ കണ്ണിൽ മരുന്ന് ഒഴിച്ചത് അവളുടെ കൂട്ടുകാരി, കാഴ്ച കളഞ്ഞതും അതേ കൂട്ടുകാരി. അതങ്ങാ പെൺകൊച്ചിനോട് തുറന്നു പറഞ്ഞാ പോരെ. വരുൺ പറയും, ഒന്ന് പോടാ, മണിയറയിൽ കേറിയിട്ട് ആദ്യം പറയേണ്ടത് എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നാണോ? ബൈജുക്കും, അല്ല നിങ്ങൾ രണ്ടാളും ഉള്ള മണിയറയില് വേറെന്താ കുഴപ്പം? ഇനി കണ്ണ് കാണാതെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കയറി പിടിച്ചാലല്ലേ ഈ പ്രശ്നമുള്ളൂ. ഇത് ഭാര്യയല്ലേ, കേറി പിടിക്കാനുള്ള ലൈസൻസ് എല്ലാരും കൂടെ തന്നിട്ടുണ്ടല്ലോ. വരുൺ പറയും, ഒന്നും പോടാർന്ന് ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ബൈജു പറയും, എന്തായാലും ക്ഷമിച്ചല്ലേ പറ്റൂ, കണ്ണ് റെഡി ആവുന്നത് വരെ ഇവിടെ ഇങ്ങനെ മിണ്ടാതെ കിടന്നു. വരുൺ ചോദിക്കും, എടാ അവിടെ എന്തൊക്കെയാടാ നടക്കുന്നേ? ബൈജു പറയും, അവിടെ ചടങ്ങോട് ചടങ്ങ്. വരുൺ ചോദിക്കും, പ്രിയങ്കയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? എന്ത് ടെൻഷൻ? പ്രിയങ്കയുടെ കണ്ണില് സ്പ്രേ വീണിട്ടില്ലല്ലോ. വരുൺ പറയും, പാവം ഈ ചുറ്റിലും പരിചയമില്ലാത്തവര് മാത്രമാ എന്നെ തിരക്കുന്നുണ്ടാകും. അപ്പോ ബൈജു പറയും, ആര് തിരക്കാൻ? മുത്തശ്ശിയില്ലേ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുത്തശ്ശിയെ കടത്തി വെട്ടാൻ ആരാ ഉള്ളത്? വരുൺ പറയും, അത് ശരിയാ, മുത്തശ്ശി തന്നെയാ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞതും പ്രിയങ്കയെ എന്റെ കൂടെ ചേർത്തതും എല്ലാം മുത്തശ്ശി തന്നെയാ. അങ്ങനെയൊക്കെ സംസാരിക്കുക അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് കൽപ്പന ഇങ്ങനെ മുഴുവൻ ഇറങ്ങി വരിക. അപ്പോഴേക്കും പ്രിയങ്ക വന്നിട്ട്, ഏട്ടത്തി എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു, ഏതാ മുറി? കൽപ്പനയ്ക്ക് അങ്ങ് ദേഷ്യം വരും, എനിക്കറിയില്ല, ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? പ്രിയ പറയും, ഇല്ല. അപ്പൊ കൽപ്പന പറയും, പിന്നെ ഈ നീട്ടി വിളിച്ചുള്ള ഏട്ടത്തി എന്നുള്ള വിളി വേണ്ട. പ്രിയക്കും പിന്നെ എന്ത് വിളിക്കണം? പേര് വിളിക്കുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് അത്രയ്ക്കൊക്കെ പ്രായമുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിലധികം സ്വാതന്ത്ര്യം എടുക്കാന്നൊന്നും കരുതണ്ട. എല്ലാവരും ഇഷ്ടക്കൂടുതൽ കാണിക്കുമ്പോൾ ചിലപ്പോ തെറ്റിദ്ധരിച്ചു പോകും, അഹങ്കരിക്കാനും തോന്നും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണല്ലോ വരവ്. പിന്നെ നിന്നെ പോലെ അല്ല ഞാൻ. ഇതൊന്നും പ്രിയക്ക് ഇഷ്ടപ്പെടുന്നില്ല. എഴുതി കൂട്ടിയാൽ കണിമംഗലത്തിനേക്കാളും അല്പം കൂടുതലായിരിക്കും എന്റെ കുടുംബത്തിന്റെ ആസ്തി. സോ ആ റെസ്പെക്ട് ഉണ്ടാവണം ഇനിയുള്ള എല്ലാ കാര്യത്തിനും. പ്രിയങ്കയ്ക്ക് ഇതും ഇഷ്ടപ്പെട്ടിട്ടില്ല, ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശി അമ്മയും വരുന്ന കാണുമ്പോ കൽപ്പന അവിടുന്ന് പോവും. എന്ത് പറ്റി മോളെ? പ്രിയങ്ക പറയും, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂം ചോദിച്ചു, ഏട്ടത്തിക്ക് അത് ഇഷ്ടമായില്ല, പിന്നെ ഏട്ടത്തിന്ന് വിളിക്കേണ്ടെന്നും പറഞ്ഞു. മുത്തശ്ശിക്കും, പിന്നെ എന്താണാവോ വിളിക്കേണ്ടത് അവളെ? മോൾ അങ്ങനെ തന്നെ വിളിച്ചാ മതി. കൽപ്പന മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അത് മോളെ എന്നോടോ പത്മിനിയോടോ പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. പത്മിനിയമ്മ പറയും, പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലാകും, പരിഭ്രമിച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല. മോളുടെ മുറിയല്ലേ, അമ്മ മുറി കാണിച്ചു തരാം, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാൻ നേരത്തെ മുത്തശ്ശി പറയും, വരട്ടെ, ഒരു ചടങ്ങൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് മോള് ഡ്രസ്സ് മാറ്റിയാൽ മതി. അപ്പൊ എന്താന്നുള്ള രീതിയില് ഇങ്ങനെ പ്രിയ നോക്കുമ്പോ മുത്തശ്ശി പറയും, താലിപൂജയാ. വരന്റെ അമ്മ വീട്ടിലേക്ക് മരുമകളായി സ്വീകരിച്ച് പരിപൂർണ മനസ്സോടെ പൂജാമുറിയിൽ വെച്ച് താലിയിലെ കുങ്കുമം ചാർത്തണം, അത്രേ ഉള്ളൂ. അപ്പോ പത്മിനിയമ്മ പറയും, ഞാനത് മറന്നമ്മേ.
മുത്തശ്ശി പറയും ഞാൻ മറന്നില്ല, പരമൂത്തവര് അങ്ങനെ ചിലത് മറക്കാത്തത് കൊണ്ടാ കുടുംബം നിലനിൽക്കുന്നത്. അപ്പൊ അമ്മ പറയും എങ്കിൽ പിന്നെ മോള് ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയി പൂജാ റൂം ഒന്ന് ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ പോവാണേ. ഈ സമയം മുത്തശ്ശി പറയും താലി പൂജയും കൂടെ കഴിഞ്ഞിട്ടേ അവന്റെ അടുത്തേക്ക് വിടാൻ കേട്ടോ. കുറെ കാലം ഇഷ്ടപ്പെട്ട് നടന്നതാണെങ്കിലും കാര്യമായിട്ട് ഒന്നും മിണ്ടിയും പറഞ്ഞു നടന്നിട്ടില്ലല്ലോ രണ്ടാളും. പ്രിയ പറയും അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശി കളിയാക്കി സംസാരിച്ചുകൊണ്ട് അവിടുന്ന് പോവാ. പ്രിയ ആണെങ്കിലേ നല്ല സന്തോഷത്തിലാണേ ആ വീടും സൗഭാഗ്യമൊക്കെ കണ്ടിട്ട്. എന്നിട്ട് പറയും മനസ്സിലെ താലി പൂജ കഴിയുന്നതോടുകൂടി ഞാൻ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ പ്രിയപ്പെട്ട മരുമകളാകും എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ചു നിൽക്കാണ്. ശേഷം താലി എടുത്തിങ്ങനെ നോക്കുമ്പോ മഞ്ഞച്ചരടിലെ താലി ഉണ്ടാവില്ല. പ്രിയ ആകെ പേടിക്കും. ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ അതിങ്ങനെ തിരിച്ചൊക്കെ നോക്കണേ എവിടെയെങ്കിലും ഉണ്ടോന്ന്. എന്നാ എവിടെയും കാണുന്നില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്, എവിടെയില്ല. അങ്ങനെ താലി ചെയിൻ കാണാതെ ആകെ ഭയത്തോടു കൂടി നിൽക്കുന്ന പ്രിയനെ കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്